Welcome back to our Python function series. In today's video, we are exploring keyword arguments. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു എക്സ്ട്രാ കൺട്രോൾ തരാൻ കീവേഡ് ആർഗ്യുമെന്റ്സ് സഹായിക്കുന്നുണ്ട്. By the end of this video, you will know how to use keyword arguments to make your code clearer and more flexible. So let's start with what keyword arguments are. ടിപ്പിക്കലി നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് പാസ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ പൊസിഷൻ ഓഫ് ദ പാരാമീറ്റേഴ്സ് ആൻഡ് ദീസ് ആർ കോൾഡ് പൊസിഷണൽ ആർഗ്യുമെന്റ്സ്. ഓക്കെ, സോ ബട്ട് നമ്മൾ കീവേഡ് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പാരാമീറ്റർ നെയിം വെച്ചിട്ട് നമുക്ക് ഓരോ വാല്യൂസിനെയും അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ നമുക്ക് ഇതിൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നതിന്റെ ഓർഡർ മാറ്റർ അല്ല. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. df introduce. ഓക്കെ, അപ്പം അതിലേക്ക് ഞാൻ 3 കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ഞാൻ നെയിം കൊടുക്കുന്നുണ്ട്, ദെൻ ഒരു ഏജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ദെൻ അതിലേക്ക് ഞാൻ സിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ 3 പാരാമീറ്റേഴ്സ് ആണ് ഞാൻ പാസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എൻ്റർ കൊടുക്കുക. ഞാൻ ഈ നെയിം, ഏജ് ആൻഡ് സിറ്റി പ്രിന്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോവാണ്. സോ പ്രിന്റ് string കൊടുക്കുക, അതിലേക്ക് my name is name കൊടുക്കുക, then I am age കൊടുക്കുക, years old, and I live in സിറ്റി കൊടുക്കാം. ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് we can pass these values as positional arguments like follows. ഓക്കെ, അപ്പോൾ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് വാല്യൂസ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. അതിലേക്ക് ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു പേര് കൊടുക്കണം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആലീസ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുകയാണ്, ആലീസ്. ദെൻ നെക്സ്റ്റ് അതിൽ വന്നിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഒരു ഏജ് ആണ്. ഞാൻ 25 എന്ന് പറയുന്ന ഒരു ഏജ് കൊടുക്കുന്നുണ്ട്. ദെൻ ഞാനൊരു സിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ചെന്നൈ കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി ഞാനിത് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈ നെയിം ഈസ് ആലീസ്, ഐ ആം 25 years old ആൻഡ് ഐ ലിവ് ഇൻ ചെന്നൈ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. സോ ഇതിൽ ഓർഡർ മാറ്റർ ആണ്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ആർഗ്യുമെന്റ്സിന്റെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഇത് നമ്മൾ കീവേഡ് ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് എന്ന ഫംഗ്ഷൻ എടുത്തു. അതിലേക്ക് ഞാൻ നെയിം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ രവി എന്ന് കൊടുക്കുകയാണ്, രവി. അതുപോലെ രവിയുടെ ഏജ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 30 ആണ്. ദെൻ രവിയുടെ സിറ്റി ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ചെന്നൈ തന്നെ കൊടുക്കാം, ചെന്നൈ. സോ ഇത്രയാണ് വരുന്നത്. ഇനി നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മൈ നെയിം ഈസ് രവി, ഐ എം 30 years old ആൻഡ് ഐ ലിവ് ഇൻ ചെന്നൈ എന്ന് പറഞ്ഞിട്ട് സെയിം ഒരു സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓർഡർ മാറ്റർ അല്ല. നമുക്കിതിന് ഈ ഓർഡറിൽ തന്നെ കൊടുത്തില്ലെങ്കിലും നമുക്ക് ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഏജ് ആൻഡ് സിറ്റി ഫസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആദ്യം ഏജ് കൊടുത്തു, പിന്നെ സിറ്റി കൊടുത്തു, പിന്നെ നെയിം കൊടുത്തു. അപ്പം ഇതിൽ നമ്മൾ പാരാമീറ്റർ ഒപ്പം മെൻഷൻ ചെയ്യുന്ന കാരണം ഇതിൽ ആ ഒരു ഓർഡർ മാറ്റർ അല്ല, അത് കറക്റ്റായിട്ട് ആ ഒരു പറഞ്ഞ ആ ഒരു എലമെന്റ്സിലേക്ക്, ആ ഒരു പാരാമീറ്റേഴ്സിലേക്ക് ആ ഒരു ആർഗ്യുമെന്റ്സിന്റെ വാല്യൂസ് ഒക്കെ അസൈൻ ആയി പോയിക്കോളും. ഓക്കെ, സോ ഞാനിത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ദ സെയിം ആൻസർ, മൈ നെയിം ഈസ് രവി, ഐ എം 30 years old ആൻഡ് ഐ ലിവ് ഇൻ ചെന്നൈ എന്ന് പറഞ്ഞിട്ട് സെയിം ആൻസർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അടുത്തതായിട്ട് ഇനി നമുക്ക് പൊസിഷണൽ ആർഗ്യുമെന്റ്സും കീവേഡ് ആർഗ്യുമെന്റ്സും മിക്സ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ആർഗ്യുമെന്റ്സ് കൊടുക്കുന്ന സമയത്ത്
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എപ്പോഴും പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആദ്യം കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് എന്ന് ഞാൻ വീണ്ടും കോൾ ചെയ്യാണ്. ഇൻട്രൊഡ്യൂസ്. അപ്പൊ ഞാൻ ആദ്യം ആലീസ് എന്ന നെയിം പൊസിഷണൽ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആലീസ് എന്ന പേര് കൊടുക്കാണ്. ദെൻ നെക്സ്റ്റ് ബാക്കി ഞാൻ വന്നിട്ട് ഇതില് സിറ്റി കൊടുക്കാണ്. സിറ്റി എന്ന് പറയുന്നത് TVM, തിരുവനന്തപുരം കൊടുക്കാണ്. TVM. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്തത് ആൾക്കൊരു ഏജ് സെറ്റ് ചെയ്ത് കൊടുക്കാണ്. ഞാനിവിടെ ഏജ് എന്ന് പറയുന്നത് കീവേഡ് ആർഗ്യുമെന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാണ്. ഞാൻ 20 ഏജ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാണ്. അപ്പം ഇത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈ നെയിം ഈസ് ആലീസ്, ഐ എം 20 years old and I live in TVM എന്ന് പറഞ്ഞിട്ട് ആൻസർ ആകും. സോ നമുക്കിങ്ങനെ പൊസിഷണൽ ആർഗ്യുമെന്റ്സ്, കീവേഡ് ആർഗ്യുമെന്റ്സ് മിക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മളങ്ങനെ മിക്സ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വന്നിട്ട് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് കീവേഡ് ആർഗ്യുമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ ഞാൻ ഡിസ്പ്ലേസ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഞാൻ DF എന്ന കീവേഡ് കൊടുത്തു. ദെൻ ഡിസ്പ്ലേസ് അണ്ടർസ്കോർ ബുക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തു. അതിലേക്ക് ഞാൻ 4 പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്, ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട്, ഇയർ ആൻഡ് ജനറ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇയറിലേക്ക് നൺ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ജനറയിലേക്കും ജനറ കൊടുക്കുന്ന സമയത്തും ഞാൻ നൺ എന്ന് പറയുന്ന ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. ഇങ്ങനെ നമ്മൾ നൺ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇയറോ ജനറയോ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരത്തില്ല. അതിനാണ് ഞാനിവിടെ നൺ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ആ ഫംഗ്ഷൻ്റെ ആ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റ് വന്നിട്ട് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ടൈറ്റിലാണ്. ദെൻ നെക്സ്റ്റ് എനിക്ക് വരേണ്ടത് ആളുടെ ഓതറിൻ്റെ, ആ ഒരു പുസ്തകത്തിൻ്റെ ഓതറിൻ്റെ പേരാണ്. ദെൻ നെക്സ്റ്റ് അടുത്തൊരു കണ്ടീഷൻ ആയിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എനിക്കിപ്പം ഇയർ ഞാൻ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പം എനിക്ക് ഇയർ ഞാൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അടിയിലത്തെ മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരും. ഇനി അടുത്തത് ജനറ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്കത് പ്രിന്റ് ചെയ്ത് വരണം. അപ്പോൾ ആ ഒരു കണ്ടീഷനും കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയാണ് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഇതിനെ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിസ്പ്ലേ ബുക്ക് എന്ന നമ്മുടെ ഫംഗ്ഷനെ വിളിച്ചു. ഇനി അതിലേക്ക് ആദ്യം ഞാൻ ടൈറ്റിൽ കൊടുക്കുകയാണ്. ടൈറ്റിൽ ഞാൻ കീവേഡ് ആർഗ്യുമെന്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ടൈറ്റിൽ ഇപ്പം ഞാൻ 1984 എന്ന് പറയുന്ന പുസ്തകം കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ അതിലേക്ക് കീവേഡ് ആർഗ്യുമെന്റ് ആയിട്ട് ഓതർ കൊടുക്കുകയാണ്. ഓതർ വരുന്നത് ജോർജ് ഓർവെൽ ആണ്. ഇനി ഞാൻ ഇയർ പാസ് ചെയ്യുന്നില്ല, നമുക്ക് ജനറ കൂടി ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ജനറ കൊടുത്തിട്ട് ഡൈസ്റ്റോപ്പിയൻ ആണ് ഇതിന്റെ ജനറ വരുന്നത്. അപ്പം ഞാനത് കൊടുക്കുകയാണ്. ഡൈസ്റ്റോപ്പിയൻ ജനറ കൊടുത്തു. ഓക്കെ, ഇത്രയാണ് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് ഞാൻ ഇയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കതിൽ ടൈറ്റിൽ വന്നു, ഓർഡർ വന്നു, ജനറ വന്നു. ഇയർ കൊടുക്കാത്ത കാരണം ഇയർ വന്നിട്ടില്ല. നമ്മൾ ഇയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയർ വരും. ഇനി ജനറ കൊടുത്തിട്ടില്ലെങ്കിൽ ജനറ വരില്ല. അപ്പം നമുക്കതിൽ കൊടുത്തില്ലെങ്കിലും എറർ വരത്തില്ല എന്ന് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ നൺ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത്. അപ്പം കീവേഡ് ആർഗ്യുമെന്റ്സ് ഉപയോഗിക്കുമ്പം ഇങ്ങനെയും നമുക്കൊരു അഡ്വാൻറ്റേജ് അതിലുണ്ട്. And this is an overview of keyword arguments. Thanks for watching and be sure to check out the next video in our Python function series where we dive into more advanced topics.